വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് +1 ഇന്ത്യ ഫിസിക്കൽ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള പ്രധാനമായിട്ടുള്ള നദികളും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കാറ്റഗറീസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോർഷൻ നോക്കാം. വാട്ട് ഈസ് ഡ്രെയിനേജ്? Drainage is the flow of water through well-defined channels. അപ്പോൾ എന്താണ് ഡ്രെയിനേജ് എന്ന് പറയുന്നത്? ഡ്രെയിനേജ് ഇസ് ദ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ വെൽ-ഡിഫൈൻഡ് ചാനൽസ്. വെൽ-ഡിഫൈൻഡ് ആയിട്ടുള്ള ചാനൽസിലൂടെയുള്ള ഫ്ലോ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഡ്രെയിനേജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡ്രെയിനേജ് എന്ന് പറയുന്നത്? ഡ്രെയിനേജ് ഇസ് ദ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ വെൽ-ഡിഫൈൻഡ് ചാനൽസ്. വെൽ-ഡിഫൈൻഡ് ആയിട്ടുള്ള ചാനൽസിലൂടെയുള്ള ഫ്ലോ ഓഫ് വാട്ടറിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡ്രെയിനേജ് എന്ന് പറയുന്നു. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഓഫ് സച്ച് ചാനൽസ് ഈസ് നോൺ ആസ് ഡ്രെയിനേജ് സിസ്റ്റം. അപ്പോൾ ഈ ഡ്രെയിനേജ് എപ്പോഴാണ് ഡ്രെയിനേജ് സിസ്റ്റം ആകുന്നത്? അപ്പോൾ ഇതുപോലെയുള്ള ഡ്രെയിനേജിൻ്റെ നെറ്റ്വർക്ക് ആകുമ്പോഴാണ് നമ്മളതിനെ എന്തെന്ന് പറയുന്നത്? ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നെറ്റ്വർക്ക് ഓഫ് സച്ച് ചാനൽസ് ഈസ് നോൺ ആസ് ഡ്രെയിനേജ് സിസ്റ്റം. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ഡ്രെയിനേജ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഡ്രെയിനേജ്? ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ വെൽ ഡിഫൈൻഡ് ചാനൽസ് ഈസ് നോൺ ആസ് ഡ്രെയിനേജ്. ഇപ്പോൾ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ വെൽ ഡിഫൈൻഡ് ചാനൽസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡ്രെയിനേജ് എന്ന് പറയും. ആൻഡ് നെറ്റ്വർക്ക് ഓഫ് സച്ച് ചാനൽസ് ഈസ് നോൺ ആസ് ഡ്രെയിനേജ് സിസ്റ്റം. Drainage pattern of an area is an outcome of geological, temporal and nature, structure of rocks, topography, slope, amount of water, etc. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡ്രെയിനേജിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നിരവധി ഫാക്ടേഴ്സ് കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നമ്മൾ നോക്കുന്നത്. ഒന്ന്, അതിൻ്റെ ജിയോളജിക്കലായിട്ടുള്ള ടൈം പീരിയഡ്, അതുപോലെ തന്നെ നേച്ചർ, സ്ട്രക്ചർ ഓഫ് റോക്സ്, ടോപ്പോഗ്രഫി, സ്ലോപ്പ്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് വാട്ടർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്? ഒരു ഏരിയയിലെ ഡ്രെയിനേജ് പാറ്റേണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഒരു ഏരിയയിലെ ഡ്രെയിനേജ് പാറ്റേണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, ജിയോളജിക്കൽ ടൈം പീരിയഡ് ഉണ്ട്, നേച്ചർ ഉണ്ട്, സ്ട്രക്ചർ ഓഫ് റോക്സ് ഉണ്ട്, ടോപ്പോഗ്രഫി ഉണ്ട്, സ്ലോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞു. എന്തായിരുന്നു ഡ്രെയിനേജ് എന്ന് പറയുന്നത്? ഡ്രെയിനേജ് ഇറ്റ്സ് എ ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ വെൽ ഡിഫൈൻഡ് ചാനൽസ്. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ചാനൽസിലൂടെയുള്ള വാട്ടറിൻ്റെ ഫ്ലോയെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഡ്രെയിനേജ് എന്ന് പറയുന്നു. നെറ്റ്വർക്ക് ഓഫ് സച്ച് ചാനൽസ് ഈസ് നോൺ ആസ് ഡ്രെയിനേജ് സിസ്റ്റം. ആൻഡ് drainage pattern of an area is an outcome of some factors, and which are they? Geological time period, nature, structure of rocks, topography, slope and amount of water is consist of. ഈ ഫാക്ടേഴ്സ് എല്ലാമാണ് ഒരു ഏരിയയുടെ ഡ്രെയിനേജ് പാറ്റേണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് വൺ വേർഡ്സ് ആണ്. ഇത് എക്സാമിന് പലപ്പോഴും വൺ വേർഡായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കുറച്ച് ഡെഫിനിഷൻസ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ഡ്രെയിനേജിൻ്റെ ഡെഫിനിഷൻ പോലെ അല്പം ഡെഫിനിഷൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കാനുള്ള ഫസ്റ്റ് വൺ ആണ് കാച്ച്മെൻറ്റ് ഏരിയ. അപ്പോൾ എന്താണ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് നോക്കാം. കാച്ച്മെൻറ്റ് ഏരിയ, എ റിവർ ഡ്രെയിൻസ് ദ വാട്ടർ കളക്റ്റഡ് ഫ്രം എ സ്പെസിഫിക് ഏരിയ ഇസ് കോൾഡ് കാച്ച്മെൻറ്റ് ഏരിയ. അപ്പോൾ ഒരു റിവറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു റിവറിൻ്റെ കാച്ച്മെൻ്റ് ആയിട്ടുള്ള പോർഷൻ, അതായത് ആ റിവറിന് എത്രത്തോളം ഏരിയയിലാണ് എന്തുള്ളത്, കവറേജ് ഉള്ളത് എന്നാണ് നമ്മൾ എന്തിലൂടെ നോക്കുന്നത്? ഈ കാച്ച്മെൻറ്റ് ഏരിയയിൽ നോക്കുന്നത്. അപ്പോൾ എന്താണ് കാച്ച്മെൻറ്റ് ഏരിയ? കാച്ച്മെൻറ്റ് ഏരിയ ഈസ് a river drains the water collected from a specific area. River drains water from a specific area is known as river's catchment area. അപ്പോൾ റിവറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ നമ്മൾ പറയുന്നത് എന്താണ്? റിവർ ഡ്രെയിൻസ് വാട്ടർ കളക്റ്റഡ് ഫ്രം എ സ്പെസിഫിക് ഏരിയ ഈസ് നോൺ ആസ് ഇറ്റ്സ് കാച്ച്മെൻറ്റ് ഏരിയ. അപ്പോൾ ഒരു സ്പെസിഫിക് റീജിയനിൽ ഉള്ള റിവർ അവിടെ ഡ്രെയിൻ ചെയ്യുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ റിവറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് റിവറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ? ഒരു സ്പെസിഫിക് റീജിയനിൽ ഒരു റിവർ അവിടെ എത്രത്തോളം വാട്ടർ കവറേജ് ഉണ്ട് അതിനെ നമ്മൾ എന്തെന്ന് പറയും? കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയും. സോ കാച്ച്മെൻറ്റ് ഏരിയ ഇസ് എ റിവർ ഡ്രെയിൻസ് വാട്ടർ കളക്റ്റഡ് ഫ്രം എ സ്പെസിഫിക് ഏരിയ. ഇറ്റ്സ് കോൾഡ് ഇറ്റ്സ് കാച്ച്മെൻറ്റ് ഏരിയ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള വൺ വേർഡ് ആണെങ്കിൽ ഒരു ഡെഫിനിഷനാണ് ഡ്രെയിനേജ് ബേസിൻ. അപ്പോൾ എന്താണ് ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത്? Drainage basin is an area drained by a river and its tributaries is called drainage basin. ഇപ്പോൾ ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത് എന്താണ്? ഡ്രെയിനേജ് ബേസിൻ is an area drained by
എ റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അതായത് ഒരു ഏരിയ അവിടെ ഡ്രെയിൻ ചെയ്യുന്നത് ഒരു നദിയും അതിൻ്റെ തന്നെ പോഷക നദികളും ആണ് എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും? അതൊരു ഡ്രെയിനേജ് ബേസിൻ ആണെന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത്? ഡ്രെയിനേജ് ബേസിൻ ഈസ് ആൻ ഏരിയ ഡ്രെയിൻഡ് ബൈ എ റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. അത് ഒരു പ്രദേശം ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നാണ് ഡ്രെയിൻ ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? ഒരു ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് നോക്കാനുള്ളതാണ് വാട്ടർ ഷെഡ്. എന്താണ് വാട്ടർ ഷെഡ്? വാട്ടർ ഷെഡ് സെപ്പറേറ്റിംഗ് വൺ ഡ്രെയിനേജ് ബേസിൻ ഫ്രം അതർ, ഇറ്റ്സ് നോൺ ആസ് വാട്ടർ ഷെഡ്. അപ്പോൾ വാട്ടർ ഷെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡ്രെയിനേജ് ബേസിനെ മറ്റൊരു ഡ്രെയിനേജ് ബേസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? വാട്ടർ ഷെഡ് ആണ്. അപ്പോൾ വാട്ടർ ഷെഡിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? വാട്ടർ ഷെഡ് സെപ്പറേറ്റ്സ് വൺ ഡ്രെയിനേജ് ബേസിൻ ഫ്രം അനദർ ഡ്രെയിനേജ് ബേസിൻ. അടുത്ത് നോക്കാനുള്ളതാണ് റിവർ ബേസിൻ. ദ കാച്ച്മെന്റ് ഓഫ് ലാർജ് റിവേഴ്സ് ഈസ് കോൾഡ് റിവർ ബേസിൻ. അപ്പോൾ എന്താണ് റിവർ ബേസിൻ എന്ന് പറയുന്നത്? ദ കാച്ച്മെന്റ് ഓഫ് ലാർജ് റിവേഴ്സ്. ലാർജ് റിവേഴ്സിൻ്റെ കാച്ച്മെന്റ് ആയിട്ടുള്ള പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിവർ ബേസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിവർ ബേസിനും ഡ്രെയിനേജ് വാട്ടർ ഷെഡും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, വാട്ടർ ഷെഡിൽ ഉള്ള ഏരിയയുടെ കവറേജ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റിവർ ബേസിനിൽ വരുന്ന ഏരിയയുടെ കവറേജ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും. അപ്പോൾ എന്താണ് വാട്ടർ ഷെഡും റിവർ ബേസിനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്? വാട്ടർ ഷെഡിൽ ഉള്ള കമ്പയർ ചെയ്യുന്ന, അതായത് കവർ ചെയ്യുന്ന ആ ഒരു ഏരിയയുടെ സൈസ് ലോയും, അതുപോലെ തന്നെ റിവർ ബേസിനിൽ കവർ ചെയ്യുന്ന ഏരിയയുടെ സൈസ് എന്തുമായിരിക്കും? ലാർജുമായിരിക്കും. അതാണ് എന്ത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. വാട്ടർ ഷെഡും അതുപോലെ തന്നെ റിവർ ബേസിനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, വാട്ടർ ഷെഡിൽ നമ്മൾ കവർ ചെയ്യുന്ന ഏരിയയുടെ സൈസ് കുറവും റിവർ ബേസിനിൽ നമ്മൾ കവർ ചെയ്യുന്ന ഏരിയയുടെ സൈസ് എന്തുമായിരിക്കും? കൂടുതലുമായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം പറഞ്ഞത്? നമ്മൾ ആദ്യം ഡ്രെയിനേജ് എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു ഡ്രെയിനേജ്? ഫ്ലോ ഓഫ് വാട്ടർ ത്രൂ വെൽ ഡിഫൈൻഡ് ചാനൽ. അതാണ് എന്തെന്ന് പറയുന്നത്? ഡ്രെയിനേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഓഫ് സച്ച് ചാനൽ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയും. അതിനുശേഷം കുറച്ച് ഫാക്ടേഴ്സ് ഒരു ഡ്രെയിനേജ് പാറ്റേണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയായിരുന്നു ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ജിയോളജിക്കൽ ടൈം പീരീഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നേച്ചർ ഉണ്ടായിരുന്നു, സ്ട്രക്ചർ ഓഫ് റോക്സ് ഉണ്ടായിരുന്നു, ടോപ്പോഗ്രഫി ഉണ്ടായിരുന്നു, സ്ലോപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിലുള്ള എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് നോക്കി. ഏതൊക്കെയാണ് നമ്മൾ നോക്കിയ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്? ഒന്ന് കാച്ച്മെൻറ്റ് ഏരിയ നോക്കി. എന്തായിരുന്നു കാച്ച്മെൻറ്റ് ഏരിയ? എ റിവർ ഡ്രെയിൻസ് വാട്ടർ കളക്റ്റഡ് ഫ്രം എ സ്പെസിഫിക് ഏരിയ ഇസ് കോൾഡ് ഇറ്റ്സ് കാച്ച്മെൻറ്റ് ഏരിയ. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രെയിനേജ് ബേസിൻ നോക്കി. എന്തായിരുന്നു ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത്? ആൻ ഏരിയ ഡ്രെയിൻഡ് ബൈ എ റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ഇസ് കോൾഡ് വാട്ട്? ഡ്രെയിനേജ് ബേസിൻ. അതിനുശേഷം നമ്മൾ നോക്കി വാട്ടർ ഷെഡ്. എന്തായിരുന്നു വാട്ടർ ഷെഡ് എന്ന് പറയുന്നത്? വാട്ടർ ഷെഡ് സെപ്പറേറ്റിംഗ് വൺ ഡ്രെയിനേജ് ബേസിൻ ഫ്രം അനദർ. അപ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? വാട്ടർ ഷെഡ് എന്ന് പറയുമ്പോൾ, വാട്ടർ ഷെഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബൗണ്ടറി പോലെയാണ്. അത് എന്തിനെയൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു ഡ്രെയിനേജ് ബേസിനെ മറ്റൊരു ഡ്രെയിനേജ് ബേസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ ഈ പറയുന്ന വാട്ടർ ഷെഡാണ്. അതിനുശേഷം നമ്മൾ നോക്കി റിവർ ബേസിൻ. റിവർ ബേസിൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കാച്ച്മെൻറ്റ് ഓഫ് ലാർജ് റിവേഴ്സ് ആണ്. അപ്പോൾ ലാർജ് റിവേഴ്സിൻ്റെ കാച്ച്മെൻറ്റ് അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിവർ ബേസിൻ എന്ന് പറയുന്നത്. നമ്മളീ പറഞ്ഞ വാട്ടർ ഷെഡും റിവർ ബേസിനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കുമ്പോൾ, വാട്ടർ ഷെഡിൽ കവർ ചെയ്യുന്ന ലാൻഡിൻ്റെ സൈസ് വളരെ ലോയും, ബട്ട് റിവർ ബേസിനിൽ കവർ ചെയ്യുന്ന ലാൻഡിൻ്റെ സൈസ് എന്തുമായിരിക്കും? ലാർജുമായിരിക്കും. അതാണ് അവ തമ്മിലുള്ള എന്തെന്ന് പറയുന്നത്? ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. അതായത് ഡിഫറെൻറ്റ് ബേസിസിൽ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത്. അതിൽ നമുക്ക് നോക്കാനുള്ള ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് വാട്ടർ. അതായത് എവിടെയാണ് ഈ നദീജലം ചെന്ന് പതിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയായിട്ട് ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന ആ ഒരു ഫസ്റ്റ് കാറ്റഗറി. അപ്പോൾ ആ ഫസ്റ്റ് കാറ്റഗറി, അതായത് ആ ഒരു ഫസ്റ്റ് റീസൺ എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് വാട്ടർ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് വാട്ടർ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റം ഹാസ് ബീൻ ഡിവൈഡഡ് on 2. അപ്പോൾ ഏതൊക്കെയാണ് ആ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ അറേബ്യൻ സീ ഡ്രെയിനേജ്, സെക്കൻഡ് വൺ ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ്. അപ്പം ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്? അതിന് നിരവധി ഫാക്ടേഴ്സ് ഉണ്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന്. അതിൽ നമ്മൾ നോക്കുന്ന ഫസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലെങ്കിൽ റീസൺ ഫോർ ക്ലാസിഫൈയിങ് ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് വാട്ടർ. എവിടെയാണ് ഈ നദീജലം ചെന്ന് പതിക്കുന്നത്? ആ ഡിസ്ചാർജ് ഓഫ് വാട്ടറിൻ്റെ ബേസിൽ നമ്മൾ ഇന്ന് എത്രയായിട്ട് തരംതിരിക്കുന്നു? ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാണ് തരംതിരിവുകൾ എന്ന് പറയുന്നത്?
ഫസ്റ്റ് വൺ അറേബ്യൻ സീ ഡ്രെയിനേജ്, സെക്കൻഡ് വൺ ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ്. ഫസ്റ്റ് വൺ എന്താണ്? അറേബ്യൻ സീ ഡ്രെയിനേജ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ് ആണ്. അപ്പോൾ ഈ അറേബ്യൻ സീ ഡ്രെയിനേജിനെയും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജിനെയും പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒന്ന് ഡൽഹി റിഡ്ജ് ഉണ്ട്, അതോടൊപ്പം തന്നെ ആരവല്ലി ഉണ്ട്, അതോടൊപ്പം തന്നെ സഹ്യാദ്രി ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന അറേബ്യൻ സീ ഡ്രെയിനേജിനെ ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് മാസ് എന്ന് പറയുന്നത്? ഒന്ന് ഡൽഹി റിഡ്ജ് ഉണ്ട്, അതോടൊപ്പം തന്നെ ആരവല്ലി ഉണ്ട്, അതോടൊപ്പം സഹ്യാദ്രി ഉണ്ട്. അപ്പോൾ ഡൽഹി റിഡ്ജ്, ആരവല്ലി, സഹ്യാദ്രി ഇവയുടെ സിഗ്നിഫിക്കൻസ് എന്താണ് ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഈ പറയുന്ന അറേബ്യൻ സീ ഡ്രെയിനേജും ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജിനെയും പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണ്? നമ്മളീ പറയുന്ന ഡൽഹി റിഡ്ജ്, അതുപോലെ തന്നെ ആരവല്ലി, പിന്നെ സഹ്യാദ്രി ഇവരാണ്. ഇനി നമ്മൾ അല്പം കൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ 77% ഓഫ് ഡ്രെയിനേജ് ആർ കൺസിസ്റ്റിംഗ് ഓഫ് ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, കൃഷ്ണ ആൻഡ് ദീസ് ആർ ഓറിയൻറ്റഡ് ടുവാർഡ്സ് ബേ ഓഫ് ബംഗാൾ. അപ്പോൾ ബേ ഓഫ് ബംഗാളിൽ ചെന്ന് പതിക്കുന്ന നദികളായിട്ടുള്ള ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, കൃഷ്ണ പോലുള്ള റിവേഴ്സാണ് എത്രയെന്ന് പറയുന്നത്? ഇന്ത്യൻ ഡ്രെയിനേജിൻ്റെ 77% എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഒരു മൃഗീയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം എവിടെയാണ് ചെന്ന് പതിക്കുന്നത്? ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത്. അങ്ങനെ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്, അതുപോലെ തന്നെ മഹാനദിയുണ്ട്, അതുപോലെ തന്നെ കൃഷ്ണയുണ്ട്. കൃഷ്ണ, മഹാനദി, ബ്രഹ്മപുത്ര, ഗംഗ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ 77% എവിടെയാണ് ചെന്ന് പതിക്കുന്നത്? ബേ ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. അപ്പോൾ 77% ബേ ഓഫ് ബംഗാളിൽ പതിക്കുമെങ്കിൽ ബാക്കി എത്രയുണ്ട്? 23%, അതായത് 23% ഉണ്ട്. ദീസ് 23% കംപ്രൈസസ് ഓഫ് ഇൻഡസ്, നർമ്മദ, താപ്തി, പെരിയാർ ആൻഡ് ഡിസ്ചാർജ് വാട്ടർ ടു അറേബ്യൻ സീ. അതായത് ബാക്കിയുള്ള 23% എന്ന് പറയുന്ന ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട നദികളാണ്. ഒന്ന് ഇൻഡസ്, സിന്ധു നദിയുണ്ട്, അതുപോലെ തന്നെ നർമ്മദ നദിയുണ്ട്, താപ്തി നദിയുണ്ട്, അതുപോലെ പെരിയാറുണ്ട്. പെരിയാർ, താപ്തി, നർമ്മദ, സിന്ധു ഇതുപോലെയുള്ള നദികളെല്ലാം എവിടെയാണ് ചെന്ന് പതിക്കുന്നത്? അറേബ്യൻ സീയിലാണ് പതിക്കുന്നത്, അതായത് അറബിക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. ഇത് ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ എത്ര ശതമാനമാണ്? ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ 23% ആരാണെന്ന് പറയാം? ഈ റിവേഴ്സ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? നമ്മുടെ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതിന് ഡിഫറെൻറ്റ് റീസൺസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു റീസൺ അല്ലെങ്കിൽ ഫാക്ടർ എന്തായിരുന്നു? ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിസ്ചാർജ് ഓഫ് വാട്ടർ, അതായത് എവിടെയാണ് ഇത് ചെന്ന് പതിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാറ്റഗറൈസ് ചെയ്തത് ആദ്യം. അപ്പോൾ അതിൽ ഏതൊക്കെയായിരുന്നു നമ്മളങ്ങനെ കാറ്റഗറൈസ് ചെയ്ത പ്രധാനമായിട്ടുള്ളത്? ഒന്ന് അറേബ്യൻ സീ ഡ്രെയിനേജ്, രണ്ട് ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജ്. അപ്പോൾ അറേബ്യൻ സീ ഡ്രെയിനേജിനെയും ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജിനെയും പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഡൽഹി റിഡ്ജ്, ആരവല്ലി, അതുപോലെ തന്നെ സഹ്യാദ്രിയാണ് പരസ്പരം അറേബ്യൻ സീ ഡ്രെയിനേജിനെയും ബേ ഓഫ് ബംഗാൾ ഡ്രെയിനേജിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം അല്പം ഡീപ്പായിട്ട് നമ്മൾ നോക്കി. അപ്പോൾ എന്ത് മനസ്സിലായി? 77% ഓഫ് ഡ്രെയിനേജ് എന്ന് പറയുന്നത് എവിടെയാണ് പതിക്കുന്നത്? ബേ ഓഫ് ബംഗാളിലാണ് പതിക്കുന്നത്, ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അതിൽ ഏതൊക്കെ റിവേഴ്സ് ഉണ്ട് അത് നമ്മൾ നോക്കിയപ്പോഴേക്കും നമുക്ക് മനസ്സിലായി. ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്, മഹാനദിയുണ്ട്, അതുപോലെ തന്നെ കൃഷ്ണയുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള 23% എവിടെയാണ് പതിക്കുന്നത്? അറേബ്യൻ സീയിലാണ് പതിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നദികൾ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ള നദികളാണ്. ഏതൊക്കെയാണ്? സിന്ധു നദിയുണ്ട്, നർമ്മദയുണ്ട്, താപ്തിയുണ്ട്, അതുപോലെ തന്നെ പെരിയാറുണ്ട്. ഇതൊക്കെ എവിടെയാണ് പതിക്കുന്നത്? അറേബ്യൻ സീയിലാണ് പതിക്കുന്നത്. ഇനി നമ്മൾ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ അടുത്തതായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ ഷെഡിൻ്റെ ബേസിലാണ്. So on the basis of size of watershed, Indian drainage system has been divided into 3. അപ്പോൾ ഏതൊക്കെയാണ് ആ 3 ഡിവിഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മേജർ റിവർ ബേസിൻസ് വിത്ത് മോർ ദാൻ 20,000 സ്ക്വയർ കിലോമീറ്റർ ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ. അപ്പോൾ മേജർ റിവർ ബേസിൻസ് ആണ്. ആ മേജർ റിവർ ബേസിൻസിൽ ഉള്ള കാച്ച്മെൻറ്റ് ഏരിയ എത്രത്തോളം സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉണ്ട്? 20,000 സ്ക്വയർ കിലോമീറ്റർ ഓഫ് റേഞ്ചുള്ള കാച്ച്മെൻറ്റ് ഏരിയ ഉള്ള മേജർ റിവർ ബേസിൻസ് ആണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തത്? ഓൺ ദ ബേസിസ് ഓഫ് വാട്ടർ ഷെഡ്, സൈസ് ഓഫ് വാട്ടർ ഷെഡ്. അപ്പോൾ വാട്ടർ ഷെഡിൻ്റെ സൈസിൻ്റെ ബേസിൽ ഇന്ത്യൻ ഡ്രെയിനേജിനെ നമ്മൾ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അതിൽ പറയുന്ന ഫസ്റ്റ് കാറ്റഗറിയാണ് മേജർ റിവർ ബേസിൻസ് വിത്ത് മോർ ദാൻ 20,000 സ്ക്വയർ കിലോമീറ്റർ ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ. നമ്മുടെ സെക്കൻഡ് പറയുന്ന കാറ്റഗറിയാണ് മീഡിയം റിവർ ബേസിൻസ് വിത്ത് എ കാച്ച്മെൻറ്റ് ഏരിയ ബിറ്റ്വീൻ 2,000 to 20,000 സ്ക്വയർ കിലോമീറ്റേഴ്സ്.
അപ്പോൾ അവിടെയുള്ള റിവർ ബേസിൻ്റെ സൈസ് എത്രയായിരിക്കും? മീഡിയം സൈസ് ആയിരിക്കും. അപ്പോൾ ആ കാച്ച്മെൻറ്റ് ഏരിയയുടെ റേഞ്ച് എത്രയാണ്? 2000 to 20,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. അതുപോലെ തേർഡ് നമ്മൾ പറയുന്ന കാറ്റഗറിയാണ് മൈനർ റിവർ ബേസിൻസ്. മൈനർ റിവർ ബേസിൻസ് വിത്ത് ആൻ കാച്ച്മെൻറ്റ് ഏരിയ ഓഫ് ലെസ് ദാൻ 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ്. അപ്പോൾ അത് ആ മൈനർ റിവേഴ്സ് ആകുമ്പോൾ അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എത്രയായിരിക്കും? ലെസ് ദാൻ 2000 സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അത് മേജർ റിവേഴ്സ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുടെ സൈസ് എത്രയായിരുന്നു? 20,000 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. സെക്കൻഡ് പറഞ്ഞു അപ്പോൾ അത് മീഡിയം റിവർ ബേസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റേഞ്ച് എത്രയായിരുന്നു? 2000 to 20,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആയിരുന്നു. തേർഡ് പറഞ്ഞ എന്താണ്? മൈനർ റിവേഴ്സ് ആയിരുന്നു. ഈ മൈനർ റിവേഴ്സിൻ്റെ ആ ഒരു കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ലെസ് ദാൻ 2000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മേജർ റിവർ ബേസിൻസ് വിത്ത് മോർ ദാൻ 20,000 സ്ക്വയർ കിലോമീറ്റർ ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ. അതായത് മേജർ റിവർ ബേസിൻസ് അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് 20,000 സ്ക്വയർ കിലോമീറ്ററിനേക്കാൾ കൂടുതലാണെങ്കിൽ ഉള്ള ആ ഒരു ഫസ്റ്റ് കാറ്റഗറിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് 14 ഡ്രെയിനേജ് ബേസിൻസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള എത്ര റിവർ ബേസിൻസ് ആണ് അതിൽ ഉൾപ്പെടുക? 14 ഡ്രെയിനേജ് ബേസിൻസ് ആണ് ആ ഫസ്റ്റ് കാറ്റഗറി ഓഫ് മോർ ദാൻ 20,000 സ്ക്വയർ കിലോമീറ്റർ ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് കാറ്റഗറി ഉൾപ്പെടുന്നത് എത്ര എണ്ണമാണ്? 14 ഡ്രെയിനേജ് ബേസിൻസ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗംഗയുണ്ട്, ബ്രഹ്മപുത്രയുണ്ട്, കൃഷ്ണയുണ്ട്, താപ്തിയുണ്ട്, നർമ്മദയുണ്ട്, മാഹിയുണ്ട്, പെന്നാറുണ്ട്, അതുപോലെ തന്നെ സബർമതിയുണ്ട്, ബരാക്കുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ആ റിവർ അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻസ് എല്ലാം ഏത് കാറ്റഗറിയിൽ പെടുന്നു? ഈ മേജർ റിവർ ബേസിൻസ് വിത്ത് മോർ ദാൻ 20,000 സ്ക്വയർ കിലോമീറ്റർ ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് കാറ്റഗറിക്കകത്ത് പെടുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആ ഒരു 14 ഡ്രെയിനേജ് ബേസിൻസിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ഏതൊക്കെയായിരുന്നു? ഗംഗ ഉണ്ട്, അതുപോലെ ബ്രഹ്മപുത്രയുണ്ട്, കൃഷ്ണയുണ്ട്, താപ്തിയുണ്ട്, നർമ്മദയുണ്ട്, മാഹിയുണ്ട്, അതുപോലെ തന്നെ പെന്നാറുണ്ട്, സബർമതിയുണ്ട്, പിന്നെ ആരുണ്ട്? ബരാക്കുണ്ട്. ഇപ്പോൾ ബരാക്ക്, സബർമതി, പെന്നാർ, മാഹി, നർമ്മദ, താപ്തി, കൃഷ്ണ, ബ്രഹ്മപുത്ര, ഗംഗ ഉൾപ്പെടെയുള്ള 14 ഡ്രെയിനേജ് ബേസിൻസ് ഏതിലാണ് ഉൾപ്പെടുന്നത്? നമ്മുടെ വാട്ടർ ഷെഡിൻ്റെ ബേസിലുള്ള ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള മേജർ റിവർ ബേസിൻസ് വിത്ത് മോർ ദാൻ 20,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്ന ഫസ്റ്റ് കാറ്റഗറിക്കകത്താണ് ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് കാറ്റഗറിയാണ്. അതേതാണ്? മീഡിയം റിവർ ബേസിൻസ് വിത്ത് കാച്ച്മെൻറ്റ് ഏരിയ ബിറ്റ്വീൻ 20,000 to 20,000 സ്ക്വയർ കിലോമീറ്റേഴ്സ്. അപ്പോൾ ആ ഒരു മീഡിയം റിവർ ബേസിൻ ആകുമ്പോൾ അതിൽ എത്രയാണ് വരുന്നത്? 2000 to 20,000 ആണ് അതിൻ്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് പ്രധാനമായിട്ട് 44 റിവർ ബേസിൻസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു മേജർ റിവർ ബേസിനിൽ നമ്മൾ പറഞ്ഞത് 14 ഡ്രെയിനേജ് ആയിരുന്നെങ്കിൽ സെക്കൻഡ് നമ്മൾ പറയുന്ന ആ ഒരു മീഡിയം റിവർ ബേസിനിൽ പറയുന്നത് 44 റിവർ ബേസിൻസ് ആണ്. അതിൽ ഉൾപ്പെടുന്നത് പ്രധാനമായിട്ടും കാളന്തിയുണ്ട്, പെരിയാറുണ്ട്, മേഘ്ന പോലുള്ള മീഡിയം റിവർ ബേസിൻസ് ആണ് ഇതിൽ ഉൾപ്പെടുക, ആ സെക്കൻഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുക. അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുടെ സൈസ് എത്രയായിരിക്കും? 2,000 to 20,000 ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറി ആയിട്ടുള്ള മേജർ റിവേഴ്സ് ആകുമ്പോഴത്തേക്കും 20,000 സ്ക്വയർ കിലോമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ. സെക്കൻഡ് കാറ്റഗറി ആകുമ്പോൾ അത് 2,000 to 20,000 റേഞ്ചിൽ വരും. അതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത് 44 റിവർ ബേസിൻസ് ആണെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? കാളിന്തി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പെരിയാർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മേഘ്ന ഉണ്ടായിരുന്നു. അപ്പോൾ കാളിന്തി, പെരിയാർ, അതുപോലെ തന്നെ മേഘ്ന ഇതൊക്കെ ഏതിലാണ് ഉൾപ്പെടുന്നത്? ആ മീഡിയം റിവർ ബേസിൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അത് എത്ര എണ്ണം ഉണ്ട്? 44 റിവർ ബേസിൻസ് എന്ന് പറയുന്നത് ഏതിലാണ് ഉൾപ്പെടുക? ഈ ഒരു മീഡിയം റിവർ ബേസിൻ കാറ്റഗറിയിലാണ് ഉൾപ്പെടുക. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ടർ ഷെഡിൻ്റെ ബേസിലുള്ള ആ ഒരു തേർഡ് കാറ്റഗറിയാണ്. അതായത് മൈനർ റിവർ ബേസിൻസ് വിത്ത് കാച്ച്മെൻറ്റ് ഏരിയ ഓഫ് ലെസ് ദാൻ 2,000 സ്ക്വയർ കിലോമീറ്റർ. അതായത് മൈനർ റിവേഴ്സ് ആണ്. അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുടെ സൈസ് എത്രയാണ്? 2,000 സ്ക്വയർ കിലോമീറ്ററിൽ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്മോൾ റിവേഴ്സ് വിച്ച് ആർ റിസീവിങ് ലോ റെയിൻഫോൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ. അതായത് കുറഞ്ഞ വർഷപാതം ലഭിക്കുന്ന നദികളെല്ലാം ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? നമ്മൾ ഈ പറയുന്ന തേർഡ് കാറ്റഗറി ആയിട്ടുള്ള മൈനർ റിവേഴ്സ് വിത്ത് എ കാച്ച്മെൻറ്റ് ഏരിയ ഓഫ് ലെസ് ദാൻ 2,000 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ സൈസ് ഓഫ് വാട്ടർ ഷെഡിൻ്റെ ബേസിൽ എത്രയായിട്ട് തരംതിരിക്കുന്നു? 3ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയായിരുന്നു? മേജർ റിവർ ബേസിൻസ് വിത്ത് മോർ ദാൻ 20,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഓഫ് കാച്ച്മെൻറ്റ് ഏരിയ. സെക്കൻഡ് വൺ മീഡിയം റിവർ ബേസിൻസ് വിത്ത് കാച്ച്മെൻറ്റ് ഏരിയ ബിറ്റ്വീൻ 2,000 to 20,000 സ്ക്വയർ കിലോമീറ്റർ. തേർഡ് വൺ മൈനർ റിവർ ബേസിൻസ് വിത്ത് കാച്ച്മെൻറ്റ് ഏരിയ ഓഫ് ലെസ് ദാൻ 2,000 സ്ക്വയർ കിലോമീറ്റർ. ഇനി നമുക്ക് അടുത്തതായിട്ട് കാറ്റഗറൈസ് ചെയ്യാനുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഒറിജിൻ,
നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിലാണ് നമുക്ക് ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കാറ്റഗറൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്? ഓൺ ദി ബേസിസ് ഓഫ് മോഡ് ഓഫ് ഒറിജിൻ, എങ്ങനെ ഇത് രൂപപ്പെട്ടു, അതുപോലെ തന്നെ നേച്ചർ, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്തതായിട്ട് ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഹിമാലയൻ റേഞ്ചും മറ്റൊന്ന് പെനിൻസുലർ ഡ്രെയിനേജും. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ഹിമാലയൻ റേഞ്ചും ഉണ്ട്, അതായത് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്, ഹിമാലയൻ റീജിയനിലുള്ള ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലെ തന്നെ പെനിൻസുലാർ ഡ്രെയിനേജ് സിസ്റ്റം. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. എന്തിൻ്റെ ബേസിലാണ് നമ്മളിങ്ങനെ ഇന്ത്യൻ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ ഹിമാലയൻ ഡ്രെയിനേജ് എന്നും പെനിൻസുലാർ ഡ്രെയിനേജ് എന്നും കാറ്റഗറൈസ് ചെയ്യുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ദി മോഡ് ഓഫ് ഒറിജിൻ, നേച്ചർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ മോഡ് ഓഫ് ഒറിജിൻ, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിലാണ് നമ്മൾ എത്രയായിട്ട് തരംതിരിക്കുന്നത്? രണ്ടായിട്ട് തരംതിരിക്കുന്നത്. അത് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഹിമാലയൻ ഡ്രെയിനേജും മറ്റൊന്ന് പെനിൻസുലാർ ഡ്രെയിനേജും. ഹിമാലയൻ ഡ്രെയിനേജ് എന്ന് പറയുന്നത് ലോങ് ജിയോളജിക്കൽ ഹിസ്റ്ററിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം ഇവോൾവ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? അതിന് നിരവധി വർഷങ്ങൾക്ക് ശേഷം ഇവോൾവ് ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിലുള്ള റിവേഴ്സ് പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡസ്, ഗാഞ്ചസ്, ബ്രഹ്മപുത്ര, അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളൊക്കെ ഏത് റേഞ്ചിൽ അല്ലെങ്കിൽ ഏത് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ വരുന്നതാണ്? ഈ ഒരു ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ വരുന്ന നദികളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളെല്ലാം ഏത് ഡ്രെയിനേജ് സിസ്റ്റത്തിൽ പെടുന്നു? ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ പെടുന്നു. ഈ നദികൾ പ്രധാനമായിട്ടും പെരനിയൽ റിവേഴ്സാണ്, അതായത് ഇവ ഒരിക്കലും വറ്റുന്ന നദികളല്ല. അതാണ് പെരനിയൽ ആയിട്ടുള്ള റിവേഴ്സാണ് ഏതെന്ന് പറയുന്നത്. ഈ ഒരു ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളൊക്കെ ഉള്ള ഒരു പൊതുവായ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ഇവ എങ്ങനെയുള്ള റിവേഴ്സാണ്? പെരനിയൽ റിവേഴ്സാണ്, അതായത് ഇവ വറ്റുന്ന നദികളല്ല. എന്തുകൊണ്ടായിരിക്കും ഈ നദികളൊന്നും വറ്റാത്തത്? അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വർഷപാതം, അതായത് പ്രസിപ്പിറ്റേഷൻ, കൂടാതെ തന്നെ മെൽറ്റിംഗ് ഓഫ് സ്നോയിലൂടെയും ഇതിലേക്ക് എന്ത് വരുന്നുണ്ട്? വാട്ടർ കവറേജ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹിമാലയൻ റിവേഴ്സിൽ പെരനിയൽ ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് നോർമൽ റിവേഴ്സ് ആണെങ്കിൽ അതെന്തായിരിക്കും? വേനൽക്കാലം ആകുമ്പോഴേക്കും വറ്റും. അതിൻ്റെ കാര്യം എന്താണ്? മഴയാണ് ആ നദികളിൽ വെള്ളം എത്തുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹിമാലയൻ റിവേഴ്സിൽ അല്ലെങ്കിൽ ഹിമാലയൻ റേഞ്ചിൽ ഉൾപ്പെടുന്ന സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പോലുള്ള നദികളിൽ മഴ ഇല്ല എങ്കിൽ പോലും വെള്ളം എത്തും. വേനൽക്കാലത്തും അവിടെ വെള്ളം കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നത്? വേനൽക്കാലത്ത് ചൂട് കൂടുതലായതിനാൽ എന്ത് പറ്റുന്നു? മഞ്ഞുരുകുന്നു. ഇങ്ങനെ ഉരുകുന്ന മഞ്ഞുരുകുമ്പോഴുള്ള ജലവും ഏതിലേക്ക് തന്നെ പോകുന്നു? ഈ ഹിമാലയൻ നദികളിലേക്ക് പോകുന്നു. അപ്പോൾ വേനൽക്കാലത്തും വെള്ളപ്പൊക്കം എവിടെ ഉണ്ടാകും? ഈ ഹിമാലയൻ നദികളുടെ തീരങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ എന്ത് പറ്റാത്തത്? വെള്ളം ഒരിക്കലും പറ്റാത്തതും. ഇതെങ്ങനെയുള്ള നദികളായി? പെരനിയൽ റിവേഴ്സായിട്ട് മാറിയത്. അപ്പോൾ ഹിമാലയൻ ഡ്രെയിനേജിൻ്റെ ഒരു ചീഫ് ക്യാരക്ടറാണ് എന്തെന്ന് പറയുന്നത് ആ റിവേഴ്സ് പെരനിയൽ റിവേഴ്സാണ്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അവന് വെള്ളം കിട്ടുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്ന് പ്രസിപ്പിറ്റേഷൻ, നോർമലി മഴയിലൂടെ ലഭിക്കും. മറ്റൊന്ന് മെൽറ്റിംഗ് ഓഫ് സ്നോ, അപ്പോൾ മഞ്ഞുരുകിയും എന്ത് ലഭിക്കും? അതിന് ജലം ലഭിക്കും. ഇനി നമുക്ക് പറയാനുള്ള ഹിമാലയൻ ഡ്രെയിനേജിൻ്റെ പ്രധാനപ്പെട്ട ലാൻഡ് ഫോംസ് ആണ്. അതായത് ഈ റിവേഴ്സ് ഇറോഷണൽ ലാൻഡ് ഫോംസും ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസും ക്രിയേറ്റ് ചെയ്യും. അതായത് ഇത് കടന്നു പോകുന്ന ഭാഗങ്ങളിൽ ഇത് ബാക്കിയുള്ള ആ ഒരു പ്രതലത്തിനെ കാർന്നെടുത്തുകൊണ്ടും അതോടൊപ്പം തന്നെ ഡെപ്പോസിഷൻ, നിക്ഷേപത്തിലൂടെയും എന്ത് ചെയ്യും? ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യും. അത് ഏതൊക്കെയാണെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ള ഇറോഷണൽ, അതായത് കാർന്നെടുത്ത് രൂപപ്പെടുന്ന ലാൻഡ് ഫോംസിന് എക്സാമ്പിളാണ് ജയൻറ്റ് ഗോർജസ്, വി ഷേപ്ഡ് വാലീസ്, റാപ്പിഡ്സ്, വാട്ടർഫോൾസ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇറോഷണൽ ലാൻഡ് ഫോംസ്? ഈ ഹിമാലയൻ ഡ്രെയിനേജ് സൃഷ്ടിക്കുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഒന്ന് ജയൻറ്റ് ഗോർജസ് ഉണ്ട്, ജയൻ്റ് ആയിട്ടുള്ള ഗോർജസ് ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വി ഷേപ്ഡ് ആയിട്ടുള്ള വാലീസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാപ്പിഡ്സ് ഉണ്ടാക്കുന്നുണ്ട്, വാട്ടർഫോൾസ് ഉണ്ടാക്കുന്നുണ്ട്. വാട്ടർഫോൾസ്, റാപ്പിഡ്സ്, വി ഷേപ്ഡ് വാലീസ്, അതുപോലെ തന്നെ ജയൻറ്റ് ഗോർജസ്, ഇതൊക്കെ ആരുണ്ടാക്കുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ്? ഹിമാലയൻ ഡ്രെയിനേജ് ഉണ്ടാക്കുന്ന ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ് നമ്മളീ പറഞ്ഞ ജയൻറ്റ് ഗോർജസ്, വി ഷേപ്ഡ് വാലീസ്, റാപ്പിഡ്സ്, വാട്ടർഫോൾസ് ഒക്കെ. നമുക്കിനി നോക്കാനുള്ളത് ഹിമാലയൻ ഡ്രെയിനേജ് ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഏതൊക്കെയാണെന്നാണ്. പ്രധാനപ്പെട്ട ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് ഒന്ന് ഫ്ലാറ്റ് വാലീസ് ഉണ്ട്, ഓക്സ്ബോ ലേക്സ് ഉണ്ട്, ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ട്, ബ്രൈഡഡ് ചാനൽസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഡെൽറ്റാസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെപ്പോസിഷണൽ ആയിട്ടുള്ള ലാൻഡ് ഫോംസ്? പ്രധാനമായിട്ടുള്ള ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് ഒന്ന് ഫ്ലാറ്റ് വാലീസ്, ഓക്സ്ബോ ലേക്സ്, അതുപോലെ തന്നെ ഫ്ലഡ് പ്ലെയിൻസ്, ബ്രൈഡഡ് ചാനൽസ്, അതുപോലെ തന്നെ ഡെൽറ്റാസ്, ബ്രൈഡഡ് ചാനൽസ്,
ഫ്ലഡ് പ്ലെയിൻസ്, ഓക്സ്ബോ ലേക്സ്, ഫ്ലാറ്റ് വാലീസ്, ഇതെല്ലാം ആരുണ്ടാക്കുന്ന ഡെപ്പോസിഷണലായിട്ടുള്ള ലാൻഡ് ഫോംസ് ആണ്? ഹിമാലയൻ ഡ്രെയിനേജ് ഉണ്ടാക്കുന്ന ഡെപ്പോസിഷണലായിട്ടുള്ള ലാൻഡ് ഫോംസ് ആണ്. അതുപോലെ തന്നെ ഈ ഹിമാലയൻ റിവേഴ്സിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ കോഴ്സ് കോൺസ്റ്റൻ്റ്ലി അത് ഷിഫ്റ്റ് ചെയ്യും. അതായത് അത് ഒഴുകുന്ന ഭാഗം ചിലപ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു വർഷം ആ നദി ഒഴുകുന്ന ഒരു ഭാഗത്തൂടെ ആയിരിക്കില്ല പിറ്റേ വർഷം ആ നദി ഒഴുകുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള വേനൽക്കാലത്ത് മഞ്ഞുരുകിയൊക്കെ ജലം വരുമ്പോൾ ഇതിലെ ജലത്തിൻ്റെ അളവ് കൂടുകയും ഇതിൻ്റെ ആ ഒരു കോഴ്സ് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കോസി എന്ന് പറയുന്ന ഒരു നദി. ഈ കോസി നദിയെ നമ്മൾ പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് സോറോ ഓഫ് ബംഗാൾ, ബംഗാളിൻ്റെ ദുഃഖം എന്നാണ് എന്തിനറിയപ്പെടുന്നത്, ഈ കോസി നദി അറിയപ്പെടുന്നത്. കാരണം അതിൻ്റെ മെയിനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ നദിയുടെ തീരത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് വരും, ഫ്ലഡ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ നദിയുടെ കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്ത് സംഭവിക്കും, ഫ്ലഡിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത് സോറോ ഓഫ് ബംഗാൾ, ബംഗാളിൻ്റെ ദുഃഖം എന്ന് ആരെയാണ് അറിയപ്പെടുന്നത്, കോസി നദിയെ അറിയപ്പെടുന്നതിനുള്ള റീസൺ അതാണ്. അപ്പോൾ ഇതിലെ ഹിമാലയൻ ഡ്രെയിനേജിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? ഇപ്പോൾ പെരനിയലാണ്, റെയിൻഫോൾ കൂടാതെ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ കൂടാതെ മെൽറ്റിംഗ് ഓഫ് സ്നോയിൽ നിന്നും ഇതിന് വാട്ടർ കവറേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇറോഷണലും ഡെപ്പോസിഷണലുമായിട്ടുള്ള ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ റിവേഴ്സ് ഏതൊക്കെയായിരുന്നു, ഇൻഡസ്, ഗാഞ്ചസ്, ബ്രഹ്മപുത്ര റിവേഴ്സൊക്കെ ഏതിലാണ് പെടുന്നതെന്ന് പറഞ്ഞു, ഈ ഹിമാലയൻ ഡ്രെയിനേജ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഓരോ ഹിമാലയൻ ഡ്രെയിനേജിലുള്ള റിവേഴ്സിനെ പറ്റിയും നോക്കാം. അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഇൻഡസ് സിസ്റ്റമാണ്, അതായത് സിന്ധു നദി. അപ്പോൾ സിന്ധു നദി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലാർജസ്റ്റ് ബേസിൻസ് ഇൻ ദ വേൾഡ് ആണ്. അപ്പോൾ ലോകത്തിലുള്ള പ്രധാനപ്പെട്ട നദീതടങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാവുന്ന ഒരു നദീ സിസ്റ്റമാണ് എന്ന് പറയുന്നത് ഈ സിന്ധു നദി അഥവാ ഇൻഡസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു കവറേജ് ഏരിയ എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 11,65,000 സ്ക്വയർ കിലോമീറ്റർ ഓഫ് ഏരിയ എന്ന് പറയുന്നത് ഇൻഡസ് സിസ്റ്റത്തിന് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കവറേജ് ഏരിയ എത്രയാണ്, 11,65,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് എന്തിനുള്ളതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഈ ഇൻഡസ് സിസ്റ്റത്തിൻ്റെ കവറേജ് ഏരിയ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നതെന്ന് പറയുന്നത് 3,21,289 സ്ക്വയർ കിലോമീറ്റർ ആണ്. അപ്പോൾ എത്ര സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് അതിൽ ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്നത്, 3,21,289 സ്ക്വയർ കിലോമീറ്റർ ഏരിയ എന്ന് പറയുന്ന കവറേജ് ഏരിയ ഇൻഡസ് സിസ്റ്റത്തിൻ്റെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നതാണ്. അതായത് ഇത് ഫോം ചെയ്യുന്നത് ടിബറ്റിലും അതുപോലെ തന്നെ ഇത് ചെന്ന് പതിക്കുന്നത് പാകിസ്ഥാനിലൂടെ എവിടെയുമാണ്, അറേബ്യൻ സീയിലുമാണ് ഏത് പതിക്കുന്നത്, നമ്മുടെ ഇൻഡസ് എന്ന് പറയുന്ന ഈ ഒരു റിവർ പതിക്കുന്നത്. നമ്മുടെ സിന്ധു നദി രൂപപ്പെടുന്നത് എവിടെയാണ്, ടിബറ്റിലാണ് അത് രൂപപ്പെടുന്നത്. അതിനുശേഷം ഇത് നമ്മുടെ ജമ്മു കാശ്മീരിലൂടെ കടന്ന് പാകിസ്ഥാനിലെത്തി അതുവഴി എവിടേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്, അറേബ്യൻ സീയിലേക്ക് പതിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സിന്ധു നദി ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ടോട്ടൽ കവറേജ് ഏരിയ എത്രയുണ്ട്, 11,65,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ളതിൽ എത്ര ഏരിയ മാത്രമേ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുള്ളൂ, 3,21,289 സ്ക്വയർ കിലോമീറ്റർ ഏരിയ മാത്രമേ ഏതിലൂടെ കടന്നു പോകുന്നുള്ളൂ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുള്ളൂ. അതും കടന്നു പോകുന്നത് ഇന്ത്യയിലെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ഉണ്ട്. നമ്മളെ ഇന്ത്യയിലെ ജമ്മു കാശ്മീർ സ്റ്റേറ്റിലൂടെ മാത്രമേ എന്ത് കടന്നു പോകുന്നുള്ളൂ, നമ്മൾ ഈ പറയുന്ന സിന്ധു നദി കടന്നു പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ പറഞ്ഞത്, ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു റിവർ ബേസിനായിട്ട് നമുക്ക് എന്തിനെ പറയുവാനായിട്ട് സാധിക്കും, ഇൻഡസ് സിസ്റ്റം അഥവാ നമ്മുടെ ഈ സിന്ധു നദിയെ പറയുവാനായിട്ട് സാധിക്കും. സിന്ധു നദിയുടെ കവറേജ് നമ്മൾ നോക്കിയപ്പോഴേക്കും എത്ര ഉണ്ടായിരുന്നു, 11,65,000 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു അതിൻ്റെ ടോട്ടൽ കവറേജ് ഏരിയ എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏരിയ എത്രയാണ്, 3,21,289 സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഏതിലൂടെ കടന്നു പോകുന്ന ഏരിയയാണ്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏരിയയാണ്. ഇതിനെ എന്തെന്നും പറയാറുണ്ട്, സിന്ധു എന്നും നമ്മൾ ഇൻഡസ് സിസ്റ്റത്തിനെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും ഇത് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്, ജമ്മു കാശ്മീർ ആണ്. ഇത് രൂപപ്പെടുന്നത് എവിടെയാണ്, ടിബറ്റിലാണ്. അതിനുശേഷം ഇത് ജമ്മു കാശ്മീരിലൂടെ എവിടേക്ക് കടക്കുന്നു, പാകിസ്ഥാനിലേക്ക് കടന്ന് ഇതെവിടെ പതിക്കുകയാണ് ചെയ്യുന്നത്, അറേബ്യൻ സീയിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ കുറച്ചുകൂടി ഡീപ്ലി നോക്കാം. ഇൻഡസ് സിസ്റ്റം ദാറ്റ് ഒറിജിനേറ്റ്സ് ഇൻ എ ഗ്ലേഷ്യർ നിയർ ബൊഖാർ ചു ഇൻ ടിബറ്റൻ റീജിയൻ. അപ്പോൾ ടിബറ്റൻ റീജിയനിലെ ബൊഖാർ ചു എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഗ്ലേഷ്യറിലാണ് അല്ലെങ്കിൽ ഹിമാദ്രിയിലാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇൻഡസ് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ടിബറ്റൻ റീജിയനിലുള്ള ബൊഖാർ ചു എന്ന് പറയുന്ന ആ ഒരു ഗ്ലേഷ്യറിൽ വെച്ചാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഇൻഡസ് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്യുന്നത്.
അതിനുശേഷം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4164 മീറ്റർ ഓൾട്ടിറ്റ്യൂഡാണ് ഏതിനുള്ളത്, നമ്മൾ ഈ പറയുന്ന ഈ ഒരു ബൊക്കാർച്ചുവിന് അടുത്തുള്ള ഈ ഒരു ഗ്ലേഷ്യറിൻ്റെ ഒരു ഹൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ടിബറ്റിലെ ബൊക്കാർച്ചു റീജിയന് അടുത്തുള്ള ഗ്ലേഷ്യറിൽ വെച്ചാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇൻഡസ് സിസ്റ്റം ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രത്തോളമാണ്, 4164 മീറ്റർ ഹൈറ്റാണ് എന്തിനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ ഒരു ഗ്ലേഷ്യറിനുള്ളത്. അതുപോലെ തന്നെ ടിബറ്റിൽ ഇതിനെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്, സിങ്കി ഖംബോൺ എന്ന പേരിലാണ് എവിടെ അറിയപ്പെടുന്നത്, ഇൻഡസ് സിസ്റ്റത്തിനെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര്. അപ്പോൾ ഇൻഡസ് സിസ്റ്റത്തിനെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്, സിങ്കി ഖംബാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സിങ്കി ഖംബാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ടിബറ്റിൽ അറിയപ്പെടുന്ന നദി ഏതാണ്, അത് ഇൻഡസ് നദിയാണ്. അപ്പോൾ ഇൻഡസ് നദിയെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്, അതിനെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സിങ്കി ഖംബാൻ. അതുപോലെ തന്നെ അത് ടിബറ്റിൽ ഒറിജിനേറ്റ് ചെയ്തതിന് ശേഷം നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഒഴുകുന്നു. അങ്ങനെ നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ഒഴുകിയ ശേഷം അത് എവിടെ എത്തിച്ചേരുന്നു, ലഡാക്ക് സസ്കർ റേഞ്ചിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ടിബറ്റിലാണ് അത് ഫോം ചെയ്യുന്നത്. അത് ഫോം ചെയ്യുന്ന ഏരിയ എവിടെയാണ്, അത് ബൊക്കാർച്ചു എന്ന് പറയുന്ന ആ ഒരു റീജിയനിൽ വെച്ച് ഒറിജിനേറ്റ് ചെയ്യുന്നു, അവിടുത്തെ ഗ്ലേഷ്യറിൽ വെച്ച് ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നു. അതിനെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് സിങ്കി ഖംബൻ എന്നാണ്. അതിനുശേഷം അത് ഏത് ഡയറക്ഷനിൽ പോകുന്നു, വടക്ക് പടിഞ്ഞാറ് ഡയറക്ഷനായിട്ടുള്ള നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു. അങ്ങനെ അതൊരു നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒഴുകി എവിടെ എത്തുന്നു, ലഡാക്ക് സസ്കർ റേഞ്ചിലെത്തുന്നു. അത് ഏത് ഭാഗമാണ്, നമ്മുടെ ഈ ഒരു ജമ്മു കാശ്മീരിൻ്റെ റേഞ്ചാണ് എന്ന് പറയുന്നത്, ഈ ലഡാക്ക് സസ്കർ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ലഡാക്ക് സസ്കർ റേഞ്ചിലേക്ക് എത്തിയതിന് ശേഷം ഇത് ലഡാക്ക് റേഞ്ചിനെ കട്ട് അക്രോസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ രൂപീകരിക്കുകയും ചെയ്യുന്നുണ്ട്, ഒരു സ്പെക്ടാക്കുലർ ഗോർജ് അവിടെ ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഗിൽജിറ്റിൻ്റെ ഫോമിലാണ് എത്തുന്നത്. അപ്പോൾ ഗിൽജിറ്റ് എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലെ ഗിൽജിത്ത് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഇത് ലഡാക്ക് റേഞ്ചിനെ കട്ട് അക്രോസ് ചെയ്തിട്ട് ഒരു ഗോർജ് അവിടെ രൂപീകരിക്കുന്നുണ്ട്. നമ്മൾ ഗോർജ് നേരത്തെ പറഞ്ഞതാണ്, അതെന്താണ്, ഒരു റോഷണൽ ലാൻഡ് ഫോമാണ് ഗോർജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലാൻഡ് ഫോം എവിടെ നിർമ്മിക്കുന്നുണ്ട്, ഗിൽജിറ്റ് എന്ന് പറയുന്ന ഏരിയ. അതെവിടെയാണ്, ജമ്മു കാശ്മീരിലെ ഗിൽജിറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ ഒരു ഗോർജും രൂപീകരിക്കുന്നുണ്ട്, ഈ ഇൻഡസ് റിവർ രൂപീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ് റിവറിന് നിരവധി ട്രിബ്യൂട്ടറീസ് ആണുള്ളത്. അത് ഹിമാലയൻ റേഞ്ചിലും നിരവധി ട്രിബ്യൂട്ടറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. നമ്മളെ ഇൻഡസ് റിവറിനുള്ള പ്രധാനപ്പെട്ട ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് ആണ് ഷയോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഗിൽജിറ്റ് ഉണ്ട്, സസ്കർ ഉണ്ട്, ഹൻസയുണ്ട്, നുബ്രയുണ്ട്, ഷിഗാർ ഉണ്ട്, അതുപോലെ തന്നെ ദ്രാസ് ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, ഇൻഡസിലെ പ്രധാനപ്പെട്ട ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് ആണ് ഷയോക്ക്, ഗിൽജിറ്റ്, സസ്കർ, ഹൻസ, നുബ്ര, അതുപോലെ തന്നെ ദ്രാസ്, ഷിഗാർ. അപ്പോൾ ദ്രാസ്, ഷിഗാർ, നുബ്ര, ഹൻസ, സസ്കർ, ഗിൽജിറ്റ്, ഷയോക്ക് ഇതൊക്കെ ഏതിൻ്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്, ഇൻഡസിൻ്റെ പ്രധാനപ്പെട്ട ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ ഷയോക്ക്, ഗിൽജിറ്റ്, സസ്കർ, ഹൻസ, നുബ്ര, അതുപോലെ തന്നെ ദ്രാസ്, ഷിഗാർ പോലുള്ള ട്രിബ്യൂട്ടറീസ് ഇതെല്ലാം ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് ബാങ്കിലുള്ള പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് കൂടിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഡസിൻ്റെ റൈറ്റ് സൈഡിലുള്ള പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ് ഖുറാം, ടോച്ചി, ഗോമൽ, വിബോയ, അതുപോലെ തന്നെ സങ്കർ. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട റൈറ്റ് ബാങ്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണ്, ഖുറാമുണ്ട്, ടോച്ചിയുണ്ട്, ഗൊമാലുണ്ട്, വിബോയ ഉണ്ട്, അതുപോലെ തന്നെ സങ്കർ ഉണ്ട്. സങ്കർ, വിബോയ, ഗൊമാൽ, ടോച്ചി, ഖുറാം ഇതൊക്കെ ഇൻഡസിൻ്റെ ഏത് സൈഡിൽ വരുന്നതാണ്, റൈറ്റ് ബാങ്കിൽ വരുന്ന പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു ഇൻഡസിൻ്റെ ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഹിമാലയൻ ട്രിബ്യൂട്ടറീസ്? പ്രധാനപ്പെട്ട ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഷയോക്ക്, ഗിൽജിറ്റ്, സസ്കർ, ഹൻസ, നുബ്ര, ഷിഗാർ, അതുപോലെ ദ്രാസ് ഒക്കെ പ്രധാനപ്പെട്ട ഹിമാലയൻ ട്രിബ്യൂട്ടറീസ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇൻഡസിൻ്റെ റൈറ്റ് ബാങ്കിൽ എന്തുണ്ട്, കുറച്ച് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ് നമ്മൾ പറഞ്ഞു ഖുറാം, ടോച്ചി, ഗോമൽ, വിബോയ, അതുപോലെ തന്നെ സങ്കർ. ഇതൊക്കെ എവിടെയുള്ളതാണ്? ഇതൊക്കെ അതിൻ്റെ റൈറ്റ് ബാങ്കിലുള്ളതാണ്. ഈ ട്രിബ്യൂട്ടറീസ് എല്ലാം ഫോം ചെയ്യുന്നത് സുലൈമാൻ റേഞ്ചിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ഖുറാം, ടോച്ചി, ഗോമൽ, വിബോയ, സങ്കർ ഒക്കെ ഫോം ചെയ്യുന്നത് എവിടെയാണ്? അത് ഫോം ചെയ്യുന്നത് സുലൈമാൻ റേഞ്ചസിലാണ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ നോർത്ത് വെസ്റ്റിൽ എത്തിയതിന് ശേഷം അത് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? അത് സൗത്ത് വാർഡ് ഡയറക്ഷനിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അത് എവിടെ എത്തിച്ചേരുന്നു? പഞ്ചാബിൽ എത്തിച്ചേരുന്നു. നമ്മൾ ഈ പറയുന്ന പഞ്ചാബ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പഞ്ചാബല്ല, പാകിസ്ഥാനിലെ പഞ്ചാബുണ്ട്. നമ്മുടെ വിഭജന കാലത്ത് പഞ്ചാബ് എന്ന് പറയുന്ന ആ ഒരു
വലിയ പ്രോവിൻസ് അതായത് ആ ഒരു പ്രവിശ്യയുടെ ഒരു ഭാഗം മാത്രമേ എവിടെയുള്ളൂ, നമ്മുടെ ഇന്ത്യയിലുള്ളൂ. അതിൻ്റെ മറ്റൊരു വലിയ ഭാഗമുണ്ട്, ആ ഭാഗം പാകിസ്ഥാനിലാണ്. നമ്മൾ ഈ പറയുന്ന പഞ്ചാബ് എന്ന് പറയുന്നത് ആ പോർഷനാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലുള്ള പഞ്ചാബ് അല്ല. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഇൻഡസ് റിവർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു സംസ്ഥാനത്തിലൂടെയുള്ളൂ, അത് ഏതാണ്, ജമ്മു കാശ്മീർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളീ പറയുന്ന പഞ്ചാബ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതെവിടെയാണിത് ഫോം ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞത് ടിബറ്റിൽ ഇൻഡസ് റിവർ ഫോം ചെയ്തതിന് ശേഷം അത് ഏത് റേഞ്ചിലേക്ക് വരുന്നു, ലഡാക്ക് സസ്കർ, നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ സഞ്ചരിച്ച് ലഡാക്ക് സസ്കറിലെത്തി. അവിടെ നിന്ന് അത് എങ്ങോട്ടേക്ക് പോകുന്നു, അത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് പോയി പഞ്ചാബിലെത്തുന്നു. ഈ പഞ്ചാബ് എന്ന് പറയുന്ന ആ ഒരു പേര് ഈ പ്രദേശത്തിന് എത്തുന്നതിന് തന്നെ കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇൻഡസ് റിവറിൻ്റെ പ്രധാനപ്പെട്ട 5 ട്രിബ്യൂട്ടറീസ് ആണ്. നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുമ്പോൾ തന്നെ ഇൻഡസിൻ്റെ മെയിൻ ആയിട്ടുള്ള ട്രിബ്യൂട്ടറീസ് ആയിട്ട് കണക്കാക്കുന്നത് ഈ 5 ട്രിബ്യൂട്ടറീസ് ആണ്. അതാണ് ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്, ഝലമുണ്ട്, ചിനാബുണ്ട്, രവിയുണ്ട്, ബിയാസ് ഉണ്ട്, സത്ലജ് ഉണ്ട്. ഈ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസിൻ്റെ ഒരു കമ്മ്യൂണിയൻ റീജിയൻ ആയതുകൊണ്ടാണ് പഞ്ചാബിന് എന്ത് കിട്ടിയത്, ആ ഒരു പേര് കിട്ടിയത്. പഞ്ചനദികളുള്ള സ്ഥാനം എന്ന അർത്ഥത്തിലാണ് പഞ്ചാബ് എന്ന പേര് ആ സ്ഥലത്തിന് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ടിബറ്റിൽ ഫോം ചെയ്യുന്ന നമ്മുടെ സിന്ധു നദി അതിനുശേഷം നോർത്ത് വെസ്റ്റിലെ ലഡാക്ക് സസ്കർ റീജിയനിലൂടെ ട്രാവൽ ചെയ്ത് സൗത്തിലേക്ക് വരുന്നു, അങ്ങനെ പഞ്ചാബിൽ എത്തിച്ചേരുന്നു. അതിനുശേഷം അത് ട്രാവൽ ചെയ്ത് കറാച്ചിക്ക് സമീപം അറേബ്യൻ സീയിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഡസ് റിവർ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്, എവിടെയാണ്, ടിബറ്റിലാണ് ഫോം ചെയ്യുന്നത്. ആ ഫോം ചെയ്യുന്ന റീജിയൻ ഏതായിരുന്നു, അത് ഫോം ചെയ്യുന്ന റീജിയനാണ് ബൊഖാർച്ചു എന്ന് പറയുന്ന റീജിയനിലെ ഗ്ലേഷ്യറിൽ വെച്ച് ഇത് ഫോം ചെയ്യുന്നു. ടിബറ്റിൽ ഇതിനറിയപ്പെടുന്ന പേരെന്തായിരുന്നു, സിംഗി ഖമ്പൻ എന്ന പേരിലാണ് എന്തിനറിയപ്പെടുന്നത്, ഇൻഡസിനെ ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് സിംഗി ഖമ്പൻ. അപ്പോൾ അവിടുത്തെ ബൊഖാർച്ചു ഗ്ലേഷ്യേഴ്സിൽ വെച്ച് ഫോം ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ഇൻഡസ് റിവർ എങ്ങോട്ടേക്ക് പോകുന്നു, നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ വന്ന് ലഡാക്ക് സസ്കർ റീജിയനിലെത്തുന്നു. അതിനുശേഷം അത് ഗിൽജിത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഗോർജ് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ ഇഷ്ടംപോലെ ട്രിബ്യൂട്ടറീസ് ഉണ്ടെന്ന് പറഞ്ഞു, ഹിമാലയൻ ട്രിബ്യൂട്ടറീസും ഉണ്ട്, അതുപോലെ തന്നെ റൈറ്റ് ബാങ്കിൽ സുലൈമാൻ റേഞ്ചിൽ വെച്ച് ഫോം ചെയ്യുന്ന കുറച്ച് ട്രിബ്യൂട്ടറീസും ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അതെങ്ങോട്ടേക്ക് വരുന്നു, സൗത്തിലേക്ക് ട്രാവൽ ചെയ്ത് പഞ്ചാബിലെത്തുന്നു. പഞ്ചാബ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു 5 ട്രിബ്യൂട്ടറീസ് മെയിനായിട്ട് ഉള്ളതുകൊണ്ടാണ് ആ റീജിയന് പഞ്ചാബ് എന്ന പേര് വന്നതെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയായിരുന്നു, അത് പ്രധാനമായിട്ടും ഝലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു അത് കുറച്ചുകൂടി ഫർദറായിട്ട് ട്രാവൽ ചെയ്ത് കറാച്ചിക്ക് സമീപം വെച്ച് അത് എവിടെ എത്തിച്ചേരുന്നു, അത് അറേബ്യൻ സീയിൽ പതിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ജമ്മു കാശ്മീരിൽ കൂടി മാത്രമേ ഏത് നദി കടന്നു പോകുന്നുള്ളൂ, ഇൻഡസ് റിവർ കടന്നു പോകുന്നുള്ളൂ. അതുപോലെ തന്നെ ഇൻഡസ് റിവർ എന്നതിൻ്റെ ഒരു കവറേജ് നമ്മൾ പറഞ്ഞു 11,65,000 സ്ക്വയർ കിലോമീറ്റർ ആണ് അതിൻ്റെ ടോട്ടൽ കവറേജ് ഏരിയ. പക്ഷേ അതിൽ ഇന്ത്യയിലൂടെയുള്ള ഭാഗം എന്ന് പറയുന്നത് 3,21,289 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ട് കവർ ചെയ്ത പോർഷൻസ് ഏതൊക്കെയാണ്, നമ്മൾ ഡ്രെയിനേജ് എന്താണെന്ന് നോക്കി, ഡ്രെയിനേജിൻ്റെ സിസ്റ്റം എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ കുറച്ച് ഡെഫിനിഷൻസ് നോക്കിയാൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത് കാച്ച്മെൻറ്റ് ഏരിയ, ഡ്രെയിനേജ് ബേസിൻ, വാട്ടർ ഷെഡ്, അതുപോലെ തന്നെ നമ്മൾ നോക്കി റിവർ ബേസിൻ നോക്കി. അതിനുശേഷം വാട്ടർ ഷെഡും റിവർ ബേസിനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കി. അതിനുശേഷം ഡിസ്ചാർജ് ഓഫ് വാട്ടറിൻ്റെ ബേസിൽ ഡ്രെയിനേജ് സിസ്റ്റത്തിന് എത്രയായി കാറ്റഗറൈസ് ചെയ്തെന്ന് നോക്കി. അതിനുശേഷം നമ്മൾ വാട്ടർ ഷെഡിൻ്റെ സൈസിൻ്റെ ബേസിൽ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്തെന്ന് നോക്കി. അതിനുശേഷം നമ്മൾ പറഞ്ഞു മോഡ് ഓഫ് ഒറിജിൻ, നേച്ചർ, ക്യാരക്ടറിൻ്റെ ബേസിൽ നമുക്ക് 2ആയിട്ട് തിരിക്കാം, ഹിമാലയൻ ഡ്രെയിനേജും പെനിൻസുലാർ ഡ്രെയിനേജും. അതിൽ ഹിമാലയൻ ഡ്രെയിനേജിൽ നമ്മൾ പറഞ്ഞു ഇൻഡസ് സിസ്റ്റം. അതിനുശേഷം നമ്മൾ ഇൻഡസിനെ പറ്റി പറഞ്ഞു, അതിൻ്റെ ഉത്ഭവം മുതൽ പതനസ്ഥാനം വരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് വിദ്യാസാഗറിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.